ഹായ് എവരിബഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്നീ ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും വ്യത്യസ്ത രീതിയിലുള്ള ഡെറിവേറ്റീവ്സ് എന്ന് നമുക്ക് ആദ്യമേ കാണാം. ഡെറിവേറ്റീവ്സിനെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് ആൻഡ് നെക്സ്റ്റ് വൺ ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റൽസ് അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അയൺ, സ്റ്റീൽ അല്ലെങ്കിൽ വീറ്റ്, ദെൻ ഗോൾഡ് അങ്ങനെയുള്ള അണ്ടർലൈങ് അസറ്റുകളുടെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡെറിവേറ്റീവ്സിനെയാണ് നമ്മൾ കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ ടാഞ്ചിബിൾ ആയിരിക്കാം അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആയിരിക്കാം. ഇനി ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സുകളുടെ അടിസ്ഥാനത്തിൽ, ഉദാഹരണത്തിന് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്കിന്റെ വിലകൾ, അല്ലെങ്കിൽ ഡെപ്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ഫോറിൻ കറൻസികളുടെ വില, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഡെറിവേറ്റീവ്സ്, ഈ രീതിയിലുള്ള ഡെറിവേറ്റീവ്സ് ഒക്കെയും തന്നെ ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ കീഴിലാണ് പെടുന്നത്. ഈവൻ ഇക്വിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുകളുടെ അടിസ്ഥാനത്തിൽ, ഗവൺമെന്റ് ഇറക്കുന്ന സെക്യൂരിറ്റീസ്, ബോണ്ടിന്റെ അല്ലെങ്കിൽ ട്രഷറി ബില്ലുകളുടെ ഒക്കെ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഡെറിവേറ്റീവിനെ എല്ലാം നമ്മൾ ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നാണ് പറയുന്നത്. ഇനി ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ബിക്കം പോപ്പുലർ ഓൺലി ആഫ്റ്റർ 1970s when there was increasing integration of world economy. They came into spotlight due to growing instability in the financial market. Growing instability, ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഒരു ഇൻസ്റ്റെബിലിറ്റി വരുമ്പോഴാണ് നമുക്ക് റിസ്ക് വരുന്നത്, അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവാ എന്നൊരു ധാരണ വരുമ്പോഴാണ് we will consider that is as a risk. So here we need a tool to avoid or eliminate or reduce that risk. So in that situation, people understood that derivatives are a better solution to adjust or to reduce the risk. By that, they will be able to cope up with the instability of the financial markets. Today, financial derivatives constitute a large segment in the derivatives. ഡെറിവേറ്റീവ് എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ മേജർ ഭാഗവും ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് കീഴടക്കിയിട്ടുള്ളത്. മീനിങ് ഓഫ് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. എന്താണ് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്? ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ദ അണ്ടർലൈങ് അസറ്റ് വിൽ ബി എ ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ്. മൈറ്റ് ബി ഇൻട്രസ്റ്റ് റേറ്റ്, കറൻസി, ഇക്വിറ്റി, ബോണ്ട്, ലൈക്ക് ദാറ്റ്. The seller of the contract does not have owned the underlying asset. Financial derivatives are known as common derivatives. That is also very important. ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ കോമൺ ഡെറിവേറ്റീവ്സ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഫീച്ചേഴ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്? ഡെറിവേറ്റീവ്സിന്റെ, അതായത് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ഫീച്ചേഴ്സ് എന്താണ്? ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ അണ്ടർലൈങ് അസറ്റ് ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ആയിരിക്കും. ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ് ഇസ് എ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഓർ ഫൈനാൻഷ്യൽ കോൺട്രാക്ട്. ദ ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ് ഈസ് എ ഫ്യൂച്ചർ കോൺട്രാക്ട്. ഡെറിവേറ്റീവ്സിന്റെ ഒരു പ്രത്യേകതയാണ്, രണ്ട് വ്യക്തികളുണ്ടാവും, ഫ്യൂച്ചറിലാണ് അതിന്റെ ഡേറ്റ് നടക്കാം. നമുക്കറിയാം വാല്യൂ ഓഫ് ഫൈനാൻഷ്യൽ ഡിറൈവ് ഡിപ്പെൻഡ് അപ്പോൺ ദ വാല്യൂ ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, അല്ലെ? അതായത് ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ആയിരിക്കും അതിന്റെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് വരുന്നത്. ദെൻ ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ക്യാൻ ബി അണ്ടർടേക്കൺ ഡയറക്ട്ലി ബിറ്റ്വീൻ ടു പാർട്ടീസ് ത്രൂ എ പർട്ടിക്കുലർ എക്സ്ചേഞ്ച്. അതായത് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് പലപ്പോഴും എക്സ്ചേഞ്ചിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി അത് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളായിരിക്കും. ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് മുഖാന്തരം ട്രേഡ് ചെയ്യുന്നതിനെയാണ് ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടുമിക്കതും ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ആവാനായിട്ടാണ് സാധ്യത. ഇനി the trading results through financial derivatives are not shown in the financial statement. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലൊന്നും ഇതിനെക്കുറിച്ചിട്ട് മെൻഷൻ ചെയ്യണമെന്നില്ല. യൂഷ്വലി ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ദ ടേക്കൺ ഓർ മേക്ക് ഇൻ ഡെലിവറി ഓഫ് അണ്ടർലൈങ് അസറ്റ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ്. They are mostly settled by the offsetting position in the derivative themselves. അതായത് ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റുകളുടെ ഒരു പ്രത്യേകത, അത് പലപ്പോഴും ആക്ച്വൽ പ്രൊഡക്റ്റ് മേടിച്ച് വിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരണമെന്നില്ല. അത് സെറ്റ് ഓഫ് ആയിരിക്കും നടക്കുക. കോൺട്രാക്റ്റിൽ ഉറപ്പിച്ചു, അതിനുശേഷം ആ ഡേറ്റ് ആവുമ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ട് അതനുസരിച്ച് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ നിശ്ചയിക്കുകയാണ് വരുന്നത്. അതുകൊണ്ടാണ് സെറ്റ് ഓഫ് എന്നുള്ള വാക്ക് വരുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. പല രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് പല രീതിയിലുള്ളത്? ഫസ്റ്റ് വൺ കറൻസി ഡെറിവേറ്റീവ്.
exchange rate between various countries can be form the base for the derivative. The currencies can be dollar, Canadian dollar, Singapore dollar, euro, yen, etc. are basic derivatives of the forwards or future. Forward and future options and swap based on the exchange rate are actively traded. Currency derivatives came into existence only after 1972 when fixed exchange rate regime under Bretton Woods system came into an end. The first derivative on financial asset was traded on currencies. ഫൈനാൻഷ്യൽ അസറ്റ്സിന്റെ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ ഡെറിവേറ്റീവ്സ് കറൻസി ആയിരുന്നു അവർ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളൂ. ഇന്റർനാഷണൽ മോണിറ്ററി മാർക്കറ്റ് ഓഫ് ഷിക്കാഗോ മെർക്കന്റൈൽ എക്സ്ചേഞ്ച് USA, അവിടെയാണ് ഇത് ആദ്യമായിട്ട് ട്രേഡ് ചെയ്യപ്പെട്ടതെന്ന് പറയപ്പെടും. അപ്പൊ കറൻസി ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിന്റെ അണ്ടർലൈങ് അസറ്റ് കറൻസി ആയിരിക്കും. ഏതെങ്കിലും ഒരു കറൻസി ആയിരിക്കും. ചിലപ്പോൾ യൂറോ ആയിരിക്കാം, ചിലപ്പോൾ yen ആയിരിക്കാം, ചിലപ്പോൾ പൗണ്ട് ആയിരിക്കാം. ഓക്കെ, ലൈക്ക് ദാറ്റ്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സിന്റെ അപ്പം എന്തായിരിക്കും? അണ്ടർലൈങ് അസറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഇനി ഇൻ ദ കേസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ് ദ അണ്ടർലൈങ് അസറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ്. That is very important. Most common interest rate on which derivative are traded on London Interbank Offer Rate, ലൈബോർ എന്ന് പറയുന്ന ഒരു റേറ്റ് ഉണ്ട്, അതൊക്കെ ആയിരിക്കാം, അതിനി ആവണം നിർബന്ധമില്ല. ഓർ ഇൻസ്ട്രുമെന്റ് whose value is depending upon the interest rate such as treasury bill, ഓക്കെ, അല്ലെങ്കിൽ ട്രഷറി ബോണ്ട്. ഇവയുടെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റും ആവാം, അത് കേന്ദ്ര സർക്കാരാണ് നിശ്ചയിക്കുന്നത്. അപ്പൊ ഇവയുടെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഡെറിവേറ്റീവ്സ് ഇടാം. ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഒന്നില്ല പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ സംഭവിക്കും. ദെൻ ഈക്വിറ്റി ഡെറിവേറ്റീവ്സ്. മോസ്റ്റ് പോപ്പുലർ ഡെറിവേറ്റീവ്സ് ആർ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ്. അതായത് പലപ്പോഴും ഷെയറിന്റെ വിലയുടെ അടിസ്ഥാനത്തിലാണ് പലരും ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പെടുന്നത്. ഇപ്പൊ റിലയൻസിന്റെ വില ഇത്രയ്ക്കായി, ഇനി അത് കൂടോ കുറയോ, അതനുസരിച്ച് നമ്മൾ ഡെറിവേറ്റീവ് എഴുതുന്നു. വില കൂടാണെങ്കിൽ ചിലപ്പോൾ ഗുണം കിട്ടും, വില കുറയാണെങ്കിൽ ചിലപ്പോൾ ഗുണം കിട്ടും. ലൈക്ക് ഇനി സ്റ്റോക്ക് ഇൻഡെക്സ് ഡെറിവേറ്റീവ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻഡെക്സുകളില്ലേ, അതായത് BSE ആണെങ്കിൽ BSE 30 ഇൻഡെക്സ് ഉണ്ട്, NSE ആണെങ്കിൽ 50 ഇൻഡെക്സ് ഉണ്ട്. 50 ഇൻഡെക്സ് എന്ന് വെച്ചാൽ 50 ഇൻഡെക്സ് എന്നല്ല, നിഫ്റ്റി 50 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇൻഡെക്സ് ഇല്ലേ. അതുപോലെ നിഫ്റ്റിയിൽ വേറെയും പല ഇൻഡെക്സുകളും ഉണ്ട് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള നിഫ്റ്റി 50, ഇപ്പൊ സെൻസെക്സ് 30 ആണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡെക്സുകൾ ഉണ്ട്. അതായത് ഷെയർ മാർക്കറ്റിന്റെ ഇൻഡെക്സിന്റെ അടിസ്ഥാനം, ഷെയർ മാർക്കറ്റ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്നതിനെയാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്. ദിസ് ഈസ് എ റീസെന്റ് ഇന്നോവേഷൻ. These are derivatives that are based on the credit rating or credit risk of cash flow such as installment on loans or other forms of return swap, അല്ലെങ്കിൽ ക്രെഡിറ്റ് ലിങ്ക്ഡ് നോട്ട്സ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്പ്രെഡ് ഓപ്ഷൻ, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാസ്ക്കറ്റ് സ്വാപ്പ് ആൻഡ് സെൻട്രലൈസ്ഡ് ലോൺ ഒബ്ലിഗേഷൻ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇതിനെയൊക്കെ അണ്ടർലൈങ് അസറ്റായിട്ട് പരിഗണിച്ച് ഡെറിവേറ്റീവ്സ് ഫോം ചെയ്യുന്നതാണ് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അതർ ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്തൊക്കെയാണ് മറ്റു ടൈപ്പുകൾ? ഫസ്റ്റ് വൺ, വാറണ്ട്സ്. എന്താണ് വാറണ്ട് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ ജനറലി ഹാവ് ലൈഫ് അപ്സ് ടു 1 year. സാധാരണ രീതിയിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 1 വർഷമാണ്. മിക്ക എന്താ പറയുക ഓപ്ഷൻസിന്റെയും മെജോറിറ്റി ഓഫ് ദ ഓപ്ഷൻസ് ട്രേഡഡ് ഓൺ ദ ഓപ്ഷൻ എക്സ്ചേഞ്ച് ഹാവ് എ മാക്സിമം മെച്യൂരിറ്റി ഓഫ് 9 months. പലതിനും 9 മാസമേ കാണും. Longer dated options are called warrants. Longer dated options are called warrants. Warrants is just like option contract where holder has the right to buy shares of a specified company at a certain price during the specified time period. In short, warrants are long-term options with a 3 to 7 years expiry date. 3 വർഷത്തിനും 7 വർഷത്തിനും ഇടയിലായിരിക്കും വാറൻസിന്റെ എക്സ്പയറി ഡേറ്റ്. അപ്പൊ 3 വർഷം വരെയുള്ളതോ അതിന് നമ്മൾ ലീപ്സ് എന്ന് പറയും. മീൻസ് ലോങ് ടൈം ആന്റിസിപ്പേഷൻ സെക്യൂരിറ്റി. ദീസ് ആർ ദ ഓപ്ഷൻ ഹാവിംഗ് മെച്യൂരിറ്റി അപ് ടു 3 years. അപ്പൊ സാധാരണ രീതിയിൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 9 മാസം, അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് 9 മാസമൊക്കെയാണ് അതിന്റെ കാലാവധി വരാറ്. ഇനി 9 മാസത്തിന് മേലെ ഏകദേശം 3 വർഷം വരെയുള്ള ഡെറിവേറ്റീവ്സ് ആകുമ്പോൾ നമ്മൾ ലീപ്സ് എന്ന് പറയും. അതിനേക്കാൾ ഉപരി വരുവാണെങ്കിൽ നമ്മൾ വാറൻസ് എന്ന് പറയും. വാറൻസ് ഒരു 7 വർഷം വരെയൊക്കെ വേണമെങ്കിൽ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ഇനി ബാസ്ക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ദീസ് ആർ ദ ഓപ്ഷൻസ് ഓൺ പോർട്ട്ഫോളിയോ ഓഫ് അണ്ടർലൈങ് അസറ്റ്. എന്താണ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഇത്ര നാൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഡെറിവേറ്റീവ് ഫോം ചെയ്യുന്നു ഗോൾഡ് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അയണിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഷെയറിന്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നു.
ഇവിടെ ബാസ്ക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, കുറച്ചധികം അസറ്റുകളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പൊ ഗോൾഡ് റേറ്റ് ഉണ്ടാവാം, അയൺ റേറ്റ് ഉണ്ടാവാം, പെപ്പറിന്റെ ഉണ്ടാവാം, അങ്ങനെ കുറച്ചധികം അസറ്റുകളുടെ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ വി വിൽ ക്രിയേറ്റ് ഡെറിവേറ്റീവ്സ് ദാറ്റ് ഇസ് നോൺ ആസ് ബാസ്ക്കറ്റ്സ്. ദീസ് ആർ ദ ഓപ്ഷൻസ് ഓൺ portfolios of underlying assets. The underlying assets is usually a move average of baskets of assets. Equity index options are a form of basket options. Okay. Financial derivatives may also be classified into forwards, future options, swap, warrants, convertibles, swaps, etc. Financial derivatives may also be classified into forwards. ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഫോർവേഡ്സ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ്, വാറൻസ് എന്നിങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഇനി കൺവെർട്ടബിൾസ്. എന്താണ് കൺവെർട്ടബിൾസ് എന്ന് വെച്ചാൽ, കൺവെർട്ടബിൾസ് ആർ ഹൈബ്രിഡ് സെക്യൂരിറ്റീസ്. ദേ കമ്പൈൻ ബേസിക് ആട്രിബ്യൂട്ട്സ് ഓഫ് fixed interest and variable return securities. For example, include convertible bonds, convertible debenture, convertible preference shares. These are also called equity derivatives securities. They can be fully or partly converted into equity shares of the issuing company at a predetermined terms. നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് കൺവെർട്ടബിൾ സെക്യൂരിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. That's all. Any differences between commodity derivatives and the financial derivatives? എന്താണ് commodity derivatives ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ അണ്ടർലൈങ് അസറ്റ് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സുകളായിരിക്കും. അതേസമയം കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? കൊമോഡിറ്റീസ് ആയിരിക്കും. കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് മേ ബി വീറ്റ്, കോട്ടൺ, പെപ്പർ, ടെർമെന്റ്, അങ്ങനെയുള്ള കോൺ അല്ലെങ്കിൽ ഓറഞ്ച്, ലൈക്ക് ദാറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൊഡക്റ്റുകൾ കൊമോഡിറ്റീസ് ആയിരിക്കും. പക്ഷേ അതേസമയം ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് വരുമ്പോഴോ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് സച്ച് എസ് ബോണ്ട്, സ്റ്റോക്ക്, ലൈക്ക് ദാറ്റ്, കറൻസി, എക്സെട്ര. ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഫെയർലി ട്രേഡഡ്, ദർ ഇസ് നോ ക്വാളിറ്റി ഇഷ്യൂ. ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ സംബന്ധിച്ച് ക്വാളിറ്റി ഇഷ്യൂ ഇല്ല. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് എല്ലാവരുടെയും സെയിം ക്വാളിറ്റി ആയിരിക്കും. പക്ഷേ അണ്ടർലൈങ് അസറ്റിനെ കൊമോഡിറ്റി ആണെങ്കിൽ കൊമോഡിറ്റിയിൽ ചിലപ്പോൾ ക്വാളിറ്റിയുടെ വ്യത്യാസം വരും. ഇൻ ദ കേസ് ഓഫ് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് മോസ്റ്റ് ഓഫ് ദ കോൺട്രാക്ട് ആർ ക്യാഷ് സെറ്റിൽഡ്. ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് പലതും ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് അത് സെറ്റിൽ ചെയ്യാൻ ചെയ്യാം. പക്ഷേ കൊമോഡിറ്റി ഡെറിവേറ്റീവ്സിൽ ചിലപ്പോൾ അസറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കുകയും വിൽക്കുകയും ചിലപ്പോൾ ചെയ്തു എന്ന് വരാം. അസറ്റ് വേണമെങ്കിൽ വിൽക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ സ്റ്റോക്കിന്റെ വിലയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അസറ്റ് ഒന്നും കൈമാറുന്നില്ല. സ്റ്റോക്കിന്റെ വില മനസ്സിലാക്കുന്നു, അതനുസരിച്ച് സെറ്റ് ഓഫ് ചെയ്യുന്നു. അതേസമയം ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണെങ്കിലോ കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് ആണെങ്കിലോ ചിലപ്പോൾ കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കാം. കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് ഒരു വർഷം നമ്മൾ ഇപ്പൊ തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. നമുക്കൊരു 5 വർഷം കഴിയുമ്പോഴാണ് പ്രൊഡക്റ്റ് വേണ്ടതുള്ളൂ. ഇപ്പൊ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരു പ്രീമിയം കൊടുക്കുന്നു. 5 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആക്ച്വൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം. മനസ്സിലായല്ലോ? ആക്ച്വൽ പ്രൊഡക്റ്റ് നിങ്ങൾ ആവശ്യപ്പെടും. അതുകൊണ്ട് പറയുന്ന പല കേസുകളിലും ഡെറിവേറ്റീവ് കൊമോഡിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ കൊമോഡിറ്റി ഭാവിയിൽ നിങ്ങൾക്ക് വേണം. പല കമ്പനികളും അങ്ങനെയാണ് ഡീൽ ചെയ്യപ്പെടുന്നത്. അതായത് കമ്പനികൾ അവർക്ക് ക്യാഷ് ആയിട്ടല്ല വേണ്ടത്, ആ സമയത്ത് അസറ്റ് ആയിട്ട് തന്നെ അവർക്ക് വേണം. നേരത്തെ കൂട്ടി അവർ കോൺട്രാക്ട് ഉറപ്പിച്ച് ഗോൾഡ് ജ്വല്ലറിയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ ചിലപ്പം അടുത്ത വർഷം അവർക്ക് ഒരു 100 ഗ്രാം 100 പവൻ ചിലപ്പോൾ ഗോൾഡ് വേണ്ടവർ അവർ ഇന്ന് തന്നെ കോൺട്രാക്റ്റിൽ ഉറപ്പിക്കുകയാണ്. അവർക്ക് അടുത്ത വർഷത്തുമ്പോൾ 100 പവന്റെ കാശല്ല വേണ്ടത്, അവർക്ക് ഗോൾഡ് തന്നെയായിട്ട് വേണം. കാരണം അത് കിട്ടിയിട്ട് വേണം അവർക്ക് ഇവിടെ ബിസിനസ് നടത്തി കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് പലപ്പോഴും ആക്ച്വൽ പ്രൊഡക്റ്റ് തന്നെ ഡെലിവറി വേണമെങ്കിൽ ആവശ്യപ്പെടാം. പക്ഷേ ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ പലപ്പോഴും ക്യാഷിന്റെ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ അവിടെ ആവശ്യം വരുള്ളൂ. ഇനി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. എന്താണ് നീഡ്? ഒരു ഡെറിവേറ്റീവ്സിന്റെ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിന്റെ നെസസിറ്റി എന്താണ് നമുക്ക് നോക്കാം. ബിസിനസ് ഫേസ് റിസ്ക്. സം ഓഫ് ദ റിസ്ക് ആർ ആക്സെപ്റ്റബിൾ. ചില റിസ്കുകൾ നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്, ഈസി ആയിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില റിസ്കുകളുണ്ട്. ദീസ് മീൻസ് ദാറ്റ് ബിസിനസ് മസ്റ്റ് അസ്യൂം സം ടൈപ്പ് ഓഫ് റിസ്ക് ഓർ ദർ ഈസ് നോ റീസൺ ടു ബി ഇൻ ബിസിനസ് ബട്ട് അതർ ടൈപ്സ് ഓഫ് റിസ്ക് ആർ അൺആക്സെപ്റ്റബിൾ. ചില റിസ്കുകൾ നമുക്ക് അംഗീകരിക്കാൻ കൂടിയും പറ്റാത്ത രീതിയിലുള്ള ചില റിസ്കുകളുണ്ട്. നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത റിസ്കുകളുണ്ട്. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസ്കുകളുണ്ട്. അത് ബിസിനസ് എന്ന് പറയുന്നത് റിസ്ക് ആണെന്ന് നമുക്കറിയാം. റിസ്ക് കൂടുമ്പോൾ ലാഭം കൂടുന്നു. ബിസിനസ് ഈസ് ഈക്വൽ ടു റിസ്ക്.
അത് ആക്സെപ്റ്റബിൾ റിസ്ക്, നമുക്ക് മനസ്സിലാക്കുന്ന റിസ്ക്. ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും പിടികിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള റിസ്ക്കുകളുണ്ട്, അൺആക്സെപ്റ്റബിൾ. ആ റിസ്ക് നമ്മളുടെ ബിസിനസ്സിന് തന്നെ വേണമെങ്കിൽ ഡിസ്ട്രോയ് ആക്കാം അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്ത് കളയാം. ഇഫ് ദ കൻ നോട്ട് ബി എലിമിനേറ്റഡ് ദേ ഷുഡ് ബി മാനേജ്ഡ്. ബിസിനസ് ഇൻവോൾവ്സ് മെയിൻലി 3 ടൈപ്സ് ഓഫ് റിസ്ക്. 3 രീതിയിലുള്ള റിസ്കുകളാണ് ഉള്ളത്. എന്ത്? ഈ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള റിസ്കുകൾ. ഈ റിസ്കുകൾ നമ്മൾ മാനേജ് ചെയ്യണം. ഇനി 3 രീതിയിലാണ് ഈ അൺആക്സെപ്റ്റബിൾ റിസ്ക് വരാറുള്ളൂ. എന്തൊക്കെയാണ്? സാധനങ്ങളുടെ വില കൂടാം, പ്രൈസ് റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റിസ്ക് ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഉണ്ട്. ഇതൊക്കെയും ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാലും കുറഞ്ഞാലും റിസ്ക് ആണ്, എക്സ്ചേഞ്ച് റേറ്റ് ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും പ്രശ്നമാണ്, പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും റിസ്ക് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പ്രൈസ് കുറഞ്ഞ റിസ്ക് ആണ്. ഓക്കെ, പക്ഷെ ഒരു ബ്രെഡ് മാനുഫാക്ചററെ സംബന്ധിച്ചത്, വീറ്റ് ഉപയോഗിച്ച് ബ്രെഡ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പ്രൈസ് കൂടിയ പ്രശ്നമാണ്. മനസ്സിലായല്ലോ? അപ്പൊ പ്രൈസ് കൂടിയാൽ ചില ആളുകളെ പ്രശ്നമുണ്ട്. അതായത് വീറ്റ് മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ച്, ബ്രെഡ് മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ച് വീറ്റിന്റെ പ്രൈസ് കൂടിയ പ്രശ്നമുണ്ട്. അതേസമയം ഫാർമേഴ്സിനെ സംബന്ധിച്ച് വീറ്റിന്റെ പ്രൈസ് കുറഞ്ഞ പ്രശ്നമുണ്ട്. ഡെറിവേറ്റീവ്സ് ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലും. എക്സ്ചേഞ്ച് റിസ്ക് ആയാലും ശരി, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആയാലും ശരി, എന്ത് കാര്യമാണെങ്കിലും റേറ്റുകളിൽ വ്യത്യാസം വരുമ്പോൾ അത് ബിസിനസ്സിനെ ദോഷകരമായി ബാധിക്കും. അത് ഒഴിവാക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡെറിവേറ്റീവ്സ് ഫോം ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഫാർമറിനെ സംബന്ധിച്ച് വീറ്റിന് ഇപ്പൊ 1 കിലോ വീറ്റിന് 50 രൂപയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 25 രൂപയാണ് കിട്ടുന്നത്. അദ്ദേഹം ആ ഒരു 25 രൂപ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം വിത്തിറക്കുന്നു, വിളവെടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇനി അഥവാ വില കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ലോസ് സംഭവിക്കും. കാരണം അദ്ദേഹം ചിലപ്പോൾ ലോണൊക്കെ എടുത്തിട്ടായിരിക്കാം വിത്തിറക്കിയത്. അതിനൊക്കെ അദ്ദേഹത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ ഒരു ഫാർമർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാർമർ സ്വാഭാവികമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. ഇതിന്റെ വിളവെടുപ്പിന്റെ സമയമാകുമ്പോൾ ഞാനിത് 25 രൂപയ്ക്ക് ഓരോ കിലോനും തന്നുകൊള്ളാം. ആളിപ്പോ തന്നെ കോൺട്രാക്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി സംഭവിക്കുന്നത് എന്താണ്? ആ സമയമാകുമ്പോൾ അദ്ദേഹത്തിന് 25 രൂപ കിട്ടും. മാർക്കറ്റിൽ പ്രൈസ് കുറഞ്ഞാലും നോ പ്രോബ്ലം, ഹി വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് പർട്ടിക്കുലർ എമൗണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ റിസ്ക് അദ്ദേഹം അവിടെ എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ അവോയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം അതവിടെ മാനേജ് ചെയ്തു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ കുറയാന്ന് പറയുന്നത് റിസ്ക് ആണെങ്കിലും അദ്ദേഹം അത് മാനേജ് ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത് അൺആക്സെപ്റ്റബിൾ റിസ്ക്. ഇഫ് ദേ കനോട്ട് ബി എലിമിനേറ്റഡ്, നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലെങ്കിൽ ദേ ഷുഡ് ബി മാനേജ്ഡ്. നമ്മളത് മാനേജ് ചെയ്യാം. ഇങ്ങനെ നമുക്കത് വേണമെങ്കിൽ മാനേജ് ചെയ്യാം. അതാണ് ഡെറിവേറ്റീവ്സിന്റെ ഒരു ഗുണം വരുന്നത്. ഇനി ഡെറിവേറ്റീവ്സ് ആർ ദെയർഫോർ യൂസ്ഡ് ആസ് എ മീൻസ് ടു പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് എ കീ ബിസിനസ് റിസ്ക്. പ്രധാനപ്പെട്ട റിസ്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ഉദാഹരണത്തിന് ബ്രെഡ് മാനുഫാക്ചറുടെ കാര്യം എടുക്കാം. അദ്ദേഹം വീറ്റിൽ നിന്നാണ് ബ്രെഡ് ഉണ്ടാക്കണമെന്ന് കരുതും. ബ്രെഡിന്റെ വില ഇപ്പൊ ഏകദേശം മാർക്കറ്റിൽ വില ഇട്ടിട്ടുണ്ട്. ആ വില വെച്ച് അദ്ദേഹത്തിന് വീറ്റിന്റെ പ്രൈസ് വ്യത്യാസം വരുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് എപ്പോഴും ബ്രെഡിന്റെ വില കൂട്ടാനും കുറയ്ക്കാനും സാധ്യമല്ല. ആളുകൾ അത് മേടിക്കില്ല ബ്രെഡ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? നേരത്തെ തന്നെ കോൺട്രാക്ട് ഒക്കെ ഉറപ്പിച്ച് സെറ്റാക്കി വെക്കും. മാർക്കറ്റിൽ എന്തോരം വില കൂടിയാലും കുറഞ്ഞാലും എനിക്ക് ഈ വിലയ്ക്ക് തന്നെ കിട്ടണം. നേരത്തെ തന്നെ അദ്ദേഹം അഡ്വാൻസും കൊടുത്തു വയ്ക്കും. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാൻ പറ്റി. അദ്ദേഹത്തിന്റെ റോ മെറ്റീരിയൽ വീറ്റാണ്, അത് പ്രധാനമായിട്ട് അദ്ദേഹത്തിന് കിട്ടണം. അതിന്റെ വിലയിൽ വ്യത്യാസം പറഞ്ഞെങ്കിൽ പ്രൊഡക്റ്റിനെ ബാധിക്കും, അദ്ദേഹത്തിന്റെ ബിസിനസിനെ ബാധിക്കും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? നേരത്തെ തന്നെ കോൺട്രാക്ട് ഉറപ്പിക്കുകയാണ്. വീറ്റ് മേടിക്കുന്നത് ചിലപ്പോൾ 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. നേരത്തെ തന്നെ കോൺട്രാക്ട് ഉറപ്പിച്ച് അദ്ദേഹം സെറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് ട്രേഡേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്. അങ്ങനെ അവർക്ക് റിസ്ക് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി പ്രധാനമായിട്ടും ഏതൊക്കെ രീതിയിലാണ് നമുക്ക് റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്നത്, അതായത് യൂസ്, എന്തിനൊക്കെയാണ് ഡെറിവേറ്റീവ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. ദ യൂസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിസ്ക് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാലോ, റിസ്ക് ആർ കോമൺ ആൻഡ് ഇൻഹെറന്റ് ഇൻ ദ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ്. ഡെറിവേറ്റീവ് ഹെൽപ് ടു കൺട്രോൾ. ഡെറിവേറ്റീവ്സ് നമുക്ക് ആ റിസ്ക് കൺട്രോൾ ചെയ്യാനും അവോയ്ഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. Then income generation. The most common use of derivatives is to maximize income from the trading on investment. പല ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സുകളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കിട്ടലല്ല, ക്യാഷ് കിട്ടലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മളത് കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇൻകം ജനറേഷനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് എങ്ങനെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്? ഇൻകം ജനറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, ഞാനിപ്പോൾ ഒരു കോൺട്രാക്ട് എഴുതുന്നു, ഇത്ര നാൾ കഴിയുമ്പോൾ ഇന്ന കാശിന് തരാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇന്ന കാശിന് മേടിക്കാന്ന് പറയുന്നു. മാർക്കറ്റിൽ അതിന്റെ വില കൂടി, എന്നാലും എനിക്ക് കാശ് കുറവിന് കിട്ടും, കാശ് കൂടുതലിന് വിൽക്കാൻ പറ്റും. അപ്പൊ ഇനി എന്നെ സംബന്ധിച്ച് എന്ത് സംഭവിച്ചു? കാശ് കുറവിന് എനിക്ക് കിട്ടുന്നു, കാശ് കൂടുതലിന് എനിക്ക് വിൽക്കാൻ സാധിക്കുന്നു, എനിക്ക് അവിടെ ഒരു ഇൻകം കിട്ടി. വളരെ വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പം
റിലയൻസിന്റെ ഷെയറിന്റെ വിലയുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു കോൺട്രാക്ട് ചെയ്താണ് ഒരു കോൾ ഓപ്ഷൻ. കോൾ ഓപ്ഷൻ എന്ന് വെച്ചാൽ റൈറ്റ് ടു പർച്ചേസ് എന്നാണ് കോൾ ഓപ്ഷൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ പറയുകയാണ്, ഇപ്പൊ ഏകദേശം റിലയൻസിന്റെ ഷെയറിന്റെ വില 1000 രൂപയാണ്. എനിക്ക് 1000 രൂപയ്ക്ക് 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ വേണമെന്ന് പറഞ്ഞ് ഞാനൊരു കോൾ ഓപ്ഷൻ എഴുതുന്നു. കോൾ ഓപ്ഷൻ എഴുതി 1 മാസം കഴിഞ്ഞു, ഷെയറിന്റെ വില 1200 ആയി. എന്ത് സംഭവിക്കും? എനിക്ക് കോൾ ഓപ്ഷൻ എക്സൈസ് ചെയ്യാം. 2 മാസം കഴിയുമ്പോൾ വില 1200 ആയി. പക്ഷെ എനിക്ക് എപ്പോഴും എത്ര കാശിൽ നിന്ന് കിട്ടും? 1000 രൂപയ്ക്ക് തന്നെ കിട്ടും. അപ്പോൾ ഒരു ഷെയറിന് 200 രൂപ വെച്ച് എനിക്ക് ലാഭമായി. അപ്പൊ അത് ഇൻകം അല്ലേ? അപ്പൊ ലൈക്ക് ദാറ്റ്, അത് അവിടെ പോസിബിലിറ്റി ഉണ്ട്. ഇനി ട്രേഡിംഗ് എഫിഷ്യൻസി, കമ്പനികളുടെ ട്രേഡിംഗ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് ട്രേഡിംഗ് എൻകറേജ് ലാർജ് നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. This increases trading volume. This facilitates dissemination of information relating to the financial, commodity and derivative market. Thus, derivatives serve as a barometer for the future trend in the price. അപ്പോൾ ഡെറിവേറ്റീവ്സ് ആണ് ശരിക്കും മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്നത്. കമ്പനികൾക്കൊക്കെ അവരുടെ ട്രേഡിംഗ് പെർഫെക്റ്റായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഡെറിവേറ്റീവ്സ് സഹായകരമാണ്. ഡെറിവേറ്റീവിലെ വില എത്രയാണോ അതനുസരിച്ചാണ് മാർക്കറ്റിനെയും കുറെയൊക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി വേറൊരു യൂസ് എന്താണ്? അച്ചീവ്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഗോൾസ്. ഡെറിവേറ്റീവ് ഹെൽപ്പ് ദ ഇൻവെസ്റ്റർ, ട്രേഡേഴ്സ് ആൻഡ് മെർജേഴ്സ് ഓഫ് ലാർജ് പൂൾ ഓഫ് ഫണ്ട് ടു ഡിസൈർ സ്ട്രാറ്റജീസ് സോ ആസ് ടു അച്ചീവ് ഇൻവെസ്റ്റ്മെന്റ് ഗോൾ. പല ഗോളും നേടാനായിട്ട് ഇത് ഒത്തിരി ഉപകാരപ്പെടുന്നു. റെഡ്യൂസ്ഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. സംടൈംസ് ഡെറിവേറ്റീവ് പ്രൊവൈഡ് എ ലോവർ കോസ്റ്റ് way to undertake particular financial transaction. For example, manager of the mutual fund may wish to sell stock and buy bond. Using the derivatives may result in lower transaction costs than actually selling the stock and buying the bonds. അതായത് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ മേടിക്കാം, അല്ലെങ്കിൽ പ്രീമിയം വളരെ കുറച്ച് കൊടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ്. ഇപ്പം അഡ്വാൻസ് കൊടുത്തിട്ടു. ഞാനിപ്പോൾ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റിന്റെ വില കൂടുമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇപ്പോഴേ തന്നെ ഒരാൾക്ക് കാശ് കുറവിന് തരണം എന്നും പറഞ്ഞ് ഞാനൊരു അഡ്വാൻസ് കൊടുത്തിട്ടു. അപ്പൊ ആക്ച്വൽ വില ഞാൻ കൊടുക്കാതെ തന്നെ ചെറിയൊരു കോസ്റ്റ് മാത്രം കൊടുത്ത്, ചെറിയൊരു അഡ്വാൻസ് മാത്രം കൊടുത്ത് ഞാൻ ആ ഒരു അവകാശം സ്വന്തമാക്കാണ്. ഇനി മാർക്കറ്റിൽ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ വില കുറവിന് ഇദ്ദേഹത്തിന് ഇത് മേടിക്കാമല്ലോ. അപ്പൊ അതാണ് ഇവിടെ ഒരു ഗുണം. ഇനി ഫൈനാൻഷ്യൽ എഞ്ചിനീയറിംഗ്. Nowadays, business environment is changing fast. Hence, today's business world is very complex. To manage the complexities, financial engineering develop new exotic derivatives. This is done by comparing 2 or more derivatives to find the better financial solution. അതായത് നല്ല ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ് പലതരം ഡെറിവേറ്റീവ്സിൽ കൂടെ നമുക്ക് ലഭിക്കും. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കമ്പനികളെ സംബന്ധിച്ച് റോ മെറ്റീരിയൽസ് അവരുദ്ദേശിക്കുന്ന ഒരു റേറ്റിന് കിട്ടണം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടും. മാർക്കറ്റിലെ വില എന്തോരം കൂടിയാലും അവർക്ക് വില കുറവിന് കിട്ടണം. അതായത് നേരത്തെ തൂട്ടി തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. മാർക്കറ്റിൽ വില കുറവിന് അപ്പോൾ അവർക്ക് കിട്ടും. മാർക്കറ്റിൽ വില കൂടിയാൽ തന്നെയും വില കുറവിന് അവർക്ക് കിട്ടും. അവരുടെ പ്രൊഡക്ഷനെ അത് എഫക്ട് ചെയ്യില്ല, അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെയോ മറ്റൊന്നിനെ തന്നെ അത് ദോഷകരമായി എഫക്ട് ചെയ്യില്ല. ഇനി എക്കണോമിക് ഫംഗ്ഷൻസ് ഓഫ് ദ ഡെറിവേറ്റീവ് കോൺട്രാക്ട് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ, റിസ്ക് മാനേജ്മെന്റ് ഫംഗ്ഷൻ. റിസ്ക് കുറയ്ക്കാനായിട്ട് എളുപ്പമാണല്ലോ, നമുക്കറിയാം. ഇനി പ്രൈസ് ഡിസ്കവറി. This refers to the ability to achieve disseminated price information. Without price information, investor, consumer, and producers cannot make informed decision. They cannot direct their capital to efficient use. Derivatives are exceptionally well suited for providing price information. They are tools that assist everyone in the marketplace to determine the value. അതായത് രണ്ടുപേരും കൂടി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നവർ തമ്മിൽ അവരൊരു വാല്യൂവിൽ എത്തിച്ചേരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അതൊരു വാല്യൂ അവർ ഫോം ചെയ്തെടുക്കുന്നു. കോൺട്രാക്ട് ഇപ്പോൾ മാർക്കറ്റിൽ നാളെ എത്ര വിലയാവുന്നുള്ളതൊന്നും അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല. അവരിന്ന് തന്നെ നാളത്തെ വിലയെ കുറിച്ച് അവരൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നു. അതാണല്ലോ ഡെറിവേറ്റീവ്സ് നടക്കുന്നത്. 2 വർഷം കഴിയുമ്പോൾ മാർക്കറ്റിൽ എത്ര വേണമെങ്കിലും വില വരാം. പക്ഷെ എനിക്ക് ഇന്ന് ഇത്രയ്ക്കും വിലക്ക് കിട്ടണം, 2 വർഷം കഴിയുമ്പോൾ എനിക്ക് ആ വിലക്ക് കിട്ടണം. നേരത്തെ തന്നെ അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ലിക്വിഡിറ്റി ഫംഗ്ഷൻ. ലിക്വിഡിറ്റി ഉണ്ട് താരതമ്യേന. കാരണം എന്താണ്? ഡെറിവേറ്റീവ്സ് കോൺട്രാക്ട് ഇംപ്രൂവ് ദ ലിക്വിഡിറ്റി ഓഫ് അണ്ടർലൈങ് ഇൻസ്ട്രുമെന്റ്. ദേ പ്രൊവൈഡ് ബെറ്റർ റവന്യൂ ഫോർ റേസിംഗ് ദ മണി. ദേ കോൺട്രിബ്യൂട്ട് sustainability to increase the depth of the market. Derivative market often have greater liquidity than the spot market. This higher liquidity is at least partly due to the smaller amount of capital required for the participation in the derivative market. അല്ല, ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നമുക്ക് എൻ്റർ ചെയ്യാം എന്ന് പറയുന്നത് എളുപ്പമാണ്. കാരണം ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് മേടിക്കേണ്ട കാശ് കൊടുക്കണ്ടല്ലോ. ഉദാഹരണത്തിന്
എനിക്ക് 2 വർഷം കഴിയുമ്പോൾ ഗോൾഡ് മതി. ഇന്ന് പക്ഷെ ഗോൾഡിന്റെ വില വളരെ കുറവാണ്. അപ്പൊ ഞാൻ ഇന്ന് തന്നെ ഗോൾഡ് കുറച്ച് മേടിച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ ഫുൾ ഗോൾഡിന്റെ പൈസയും ഞാൻ മേടിച്ചു വെച്ച് ഇത് എന്റെ പക്കൽ സ്റ്റോർ ചെയ്യണം. 2 വർഷം കഴിയുമ്പോൾ എനിക്ക് ആവശ്യമുള്ളൂ. വില കുറഞ്ഞപ്പോൾ ഞാൻ കുറെ മേടിച്ചു വെച്ചു. മനസ്സിലായല്ലോ? പക്ഷെ ഇത് നമുക്ക് അത്രയ്ക്കും ചിലപ്പോൾ നല്ലതായിരിക്കണമെന്നില്ല. പക്ഷെ ഡെറിവേറ്റീവ് മാർക്കറ്റിലാണെങ്കിലോ ഞാൻ മേടിച്ചു വെക്കേണ്ടില്ല. ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് കൊടുത്ത് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളൂ. മാർക്കറ്റിൽ വില കൂടിയാലും കുഴപ്പമില്ല, എനിക്ക് ഈ വിലക്ക് കിട്ടും ഗോൾഡ്. മനസ്സിലായല്ലോ? അത് സൂക്ഷിക്കേണ്ട റിസ്കോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് കൊടുത്താൽ മതി. ഞാൻ അത് കോൺട്രാക്ട് ഉറപ്പിക്കാണ്. അതാണ് ലിക്വിഡിറ്റി. അതായത് അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എളുപ്പം. ദെൻ എഫിഷ്യൻസി ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് മാർക്കറ്റ് ലിക്വിഡിറ്റി. ആസ് റിസൾട്ട് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആർ ലോവർ. അതായത് ലിക്വിഡിറ്റി കണ്ടമാനമുള്ള കാരണം കൊണ്ട് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒക്കെ കുറവായിരുന്നു. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഹെൽപ്പ് ഇൻ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് വിത്ത് സ്മോളർ ഫണ്ട് അറ്റ് ഡിസ്പോസൽ. അതായത് കുറച്ച് എമൗണ്ടിന്റെ ആവശ്യമുള്ളപ്പോൾ അതുകൊണ്ട് പല ഓപ്ഷൻസിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എക്കണോമിക് ഡെവലപ്മെന്റ് ഫംഗ്ഷൻ. Bright, creative, well-educated people with an entrepreneurial attitude will be attracted towards the derivative market. കുറെ ആളുകൾ ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ക്രിറ്റിസിസം ആൻഡ് മിസ്യൂസ് ഓഫ് ഡെറിവേറ്റീവ്സ്. എന്താണ് ഡെറിവേറ്റീവ്സിന്റെ മിസ്യൂസ് അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്നാണ് അടുത്ത് നോക്കുന്നത്. ഇൻക്രീസ്ഡ് വോളറ്റാലിറ്റി. അതായത് പ്രൈസ് വ്യത്യാസമൊക്കെ വരുമ്പോൾ അത് ഒരു പ്രശ്നമാണ്. ലാർജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് എ പ്രൈസ് മാർക്കറ്റ് വിത്ത് നോർമിനൽ ക്യാപിറ്റൽ അവൈലബിൾ വിത്ത് ഡെറിവേറ്റീവ് ഗീവ് റൈസ് ടു ദ സ്പെക്യുലേറ്റീവ് ടെൻഡൻസീസ്. അതൊരു സ്പെക്യുലേറ്റീവ് ഊഹക്കച്ചവടം ഒത്തിരി നടക്കുന്നുണ്ട് ഇതിൽ. അതാണ് ഒരു ക്രിറ്റിസിസം പറയുന്നത്. ഇനി ബാങ്ക്രപ്റ്റസീസ് ഇൻക്രീസ്. അതായത് പലരും ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, പക്ഷെ അവർക്ക് ഏറ്റവും അവസാനം ഒരു ടൈം വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ എൻ്റെ അസറ്റ് ഇല്ലാണ്ട് ഞാൻ ഒരാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന ദിവസം അസറ്റ് തരാമെന്ന് പറയാം. പക്ഷെ ഞാൻ വിചാരിച്ച വില കുറയുന്ന വിചാരിച്ച ഞാനിപ്പോ ഒരാളായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, എൻ്റെ കയ്യിൽ അസറ്റ് ഇല്ല. അസറ്റ് ഇല്ലാതെയും എനിക്ക് ഓപ്ഷൻസിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. എൻ്റെ കയ്യിൽ അസറ്റ് ഇല്ലാതെയും എനിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അതിനെ നേക്കിഡ് കോള്, നേക്കിഡ് പുട്ട് എന്നൊക്കെ പറയും. ഇതിൽ അസറ്റ് ഇല്ല. അത് ഞാൻ പറയാണ് നിങ്ങൾക്ക് 2 മാസം കഴിയുമ്പോൾ ഇന്നത്തെ വിലക്ക് ഈ അസറ്റ് തരാം. എന്റെ പ്രതീക്ഷ എന്താണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വില കുറയുമെന്നും ഇദ്ദേഹം എൻ്റെ അടുത്ത് അസറ്റ് ഈ കൂടിയ വിലക്ക് ചോദിക്കില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. പക്ഷെ നിർഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു? മാർക്കറ്റിൽ വില കൂടി. ഞാൻ കൂടിയ വിലക്ക് മേടിച്ച് ഇദ്ദേഹത്തിന് കുറഞ്ഞ വിലക്ക് കൊടുക്കേണ്ടി വരും. എൻ്റെ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ബാങ്ക്രപ്റ്റസീസിനൊക്കെ സാധ്യതയുണ്ട്. ഇൻക്രീസ്ഡ് റെഗുലേറ്ററി ബേർഡൻ. കുറെ റെഗുലേഷൻസ് ഓൾറെഡി ഇപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിലും ഫോർവേഡ് മാർക്കറ്റിലൊക്കെ വന്നു. എൻഹാൻസ്മെന്റ് ഓഫ് റിസ്ക്. താരതമ്യേന റിസ്ക് കൂടുതലാണ്. കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്. എംപെറിക്കൽ സ്റ്റഡീസ് ഓഫ് ദ ഡെറിവേറ്റീവ് ഷോസ് ദ ഡെറിവേറ്റീവ് ഇൻക്രീസസ് ദ ഫൈനാൻഷ്യൽ റിസ്ക് ഇൻ മെനി കേസസ്. ഇൻസ്റ്റെഡ് ഓഫ് ഹെഡ്ജിങ് ദ സെയിം വിത്തൗട്ട് ക്ലിയർലി ഡിഫൈൻഡ് റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി, യൂസ് ഓഫ് ഡെറിവേറ്റീവ് ക്യാൻ ബി ഡേഞ്ചറസ്. യെസ്, കൃത്യമായ രീതിയിൽ ഒരു പ്ലാൻഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇത് മതി നമ്മുടെ ബിസിനസ് നശിക്കാനായിട്ട്. സ്പെക്കുലേറ്റീവ് ആൻഡ് ഗാംബ്ലിംഗ് മോട്ടീവ്. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ബഹുഭൂരിപക്ഷം പേരുടെയും താല്പര്യം ചില ഊഹ കച്ചവടങ്ങളും ഗാംബ്ലിംഗ് ഒക്കെയാണ്. ദെൻ ഇൻസ്റ്റബിലിറ്റി ഓഫ് ദ ഫൈനാൻഷ്യൽ സിസ്റ്റം. ഒരു ഇൻസ്റ്റബിലിറ്റി. നമ്മുടെ സിസ്റ്റം അത്രയ്ക്കാണ്ട് സ്റ്റേബിൾ അല്ല. നമ്മുടെ സിസ്റ്റം എന്നല്ല, ലോകത്ത് ഫൈനാൻഷ്യൽ സിസ്റ്റം പൊതുവെ സ്റ്റേബിൾ അല്ല. കാരണം പല രീതിയിൽ അതിന്റെ മാർക്കറ്റ് പ്രൈസുകളും പ്രൊഡക്റ്റിന്റെ വിലയൊക്കെ വ്യത്യാസം വരുന്നു. ദെൻ കോൺട്രാക്ട് ലൈഫ്. അതായത് താരതമ്യേന ലിമിറ്റഡ് ലൈഫാണ് ഡെറിവേറ്റീവ്സിനുള്ളത്. അത് ദീർഘനാളത്തേക്കല്ല. പലപ്പോഴും ഡെറിവേറ്റീവ്സ് ഒരു 9 മാസത്തേക്കേ ഉള്ളൂ. അപ്പൊ ഡെറിവേറ്റീവ്സിന്റെ ടൈം പീരീഡ് വളരെ വേഗത്തിൽ വേണമെങ്കിൽ അത് അവസാനിക്കാം. ദെൻ റിസ്ക് ഇൻവോൾവ്ഡ് വിത്ത് ഡെറിവേറ്റീവ്സ്. എന്താണ് റിസ്ക് ഇൻവോൾവ്ഡ് വിത്ത് ഡെറിവേറ്റീവ്സ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൗണ്ടർ പാർട്ടി റിസ്ക്. ഞാനിപ്പോ ഒരാളായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. എനിക്ക് 2 മാസം കഴിയുമ്പോൾ എന്താ പറയാ, ഒരു 1000 ലിറ്റർ ക്രൂഡ് ഓയിൽ ഇത്രയും കാശിന് വേണം. ഞാനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. 2 മാസം കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ഒരു അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞ് നോക്കിയപ്പോ ആളുടെ ഒരു പൊടി പോലും ഇല്ല. ആള് ആ കോൺട്രാക്ട് പാലിക്കാൻ തയ്യാറല്ല. ആള് എന്ത് ചെയ്തു? ആള് മുങ്ങി. സ്വാഭാവികമായിട്ട് എനിക്ക് ആളെ കണ്ടുപിടിച്ച് കോൺട്രാക്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു കൗണ്ടർ പാർട്ടി റിസ്ക് അവിടെയുണ്ട്. പക്ഷെ കൗണ്ടർ പാർട്ടി റിസ്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഉണ്ടാവില്ല, ഫോർവേഡ് കോൺട്രാക്റ്റിലാണ് മെയിൻ ആയിട്ട് ഉണ്ടാവും. ഫോർവേഡ് കോൺട്രാക്ടിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫോർവേഡ് കോൺട്രാക്ട് ആകുമ്പോൾ അത് ആളുകൾ തമ്മിലാണ് ട്രേഡിങ് നടത്തുന്നത്. ഫ്യൂച്ചർ കോൺട്രാക്ട് ആകുമ്പോൾ എന്താണ്? എക്സ്ചേഞ്ച് മുഖാന്തരം. അപ്പൊ അതിനവിടെ ഒരു പ്രൊട്ടക്ഷൻ ആണ്. പക്ഷെ ഫോർവേഡ് കോൺട്രാക്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു റിസ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, കൗണ്ടർ പാർട്ടി റിസ്ക്. വേറെ എതിരുള്ള പാർട്ടി, അത് മീൻസ് 2 പേര് കൂടി കോൺട്രാക്ട് ഉറപ്പിക്കുന്നു, 2 പേരും അത് പാലിച്ചാലേ കാര്യമുള്ളൂ. ഇനി മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റിന്റെ വാല്യൂല്, പ്രൊഡക്റ്റുകളുടെ വാല്യൂല് വ്യത്യാസമുണ്ട്. ദിസ് റിസ്ക് അറൈസസ് ഡ്യൂ ടു ദ അഡ്വേഴ്സ് മൂവ്മെന്റ് ഇൻ ദ പ്രൈസ് ഓഫ് എ ഫൈനാൻഷ്യൽ അസറ്റ്സ്. അസറ്റ്സുകളുടെ റേറ്റിൽ വ്യത്യാസം വരാം. ദെൻ ബേസിസ് റിസ്ക്.
basis risk is type of market risk. It refers to the difference between the spot market price of the asset being hedged and derivatives price. Derivative price ന്റെ ഒക്കെ വ്യത്യാസം. അണ്ടർലൈങ് അസറ്റിന്റെ ആണ് വാല്യൂ, അതൊരു ബേസ് റിസ്ക് ആണ്. Then interconnection risk. One market can greatly affected what happened to another market, and that market affect another market, and so on. അതായത് ഒരു മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്നത് മറ്റൊരു മാർക്കറ്റിനെ എഫക്ട് ചെയ്യാം, ലൈക്ക് ദാറ്റ്. അങ്ങനെ പല ആളുകൾ പല സ്ഥലത്ത് ട്രേഡിങ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ മാർക്കറ്റിനും ഇത് എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കണക്റ്റഡ് ആണ് എല്ലാ റിസ്കുകളും. Then operations risk. This risk arises when internal system are not capable of managing the transactions. നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള അഫയേഴ്സ് കമ്പനിയെ സംബന്ധിച്ച്. Then liquidity risk. Most derivatives are customized instrument. Customized. ഞാൻ പറഞ്ഞു കൗണ്ടർ പാർട്ടി, അവർ രണ്ട് പാർട്ടികൾ തമ്മിൽ എഗ്രി ചെയ്യുന്നു, അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഹെൻസ് ഇൻവെസ്റ്റേഴ്സ് മേ നോട്ട് ബി ഏബിൾ ടു ക്ലോസ് ഔട്ട്. ചില കേസുകളിൽ എന്ത് സംഭവിക്കുന്നു, ഇവർ തമ്മിലൊരു കോൺട്രാക്ട് ഉറപ്പിച്ചു, ഇനി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് വരുമ്പോൾ എന്ത് സംഭവിക്കും, ആർക്കെങ്കിലും ഒരാൾക്ക് അത് പാലിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലിക്വിഡിറ്റി റിസ്ക് അവിടെ റൈസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇത്രയ്ക്കും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലും ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡെറിവേറ്റീവ്സിനെ കുറിച്ചിട്ടൊരു ബ്രീഫ് ഐഡിയ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. താങ്ക് യു.